അതുപോലെ തന്നെ ആദ്യകാലങ്ങളിൽ 2 ലിപികളാണ് ഉണ്ടായിരുന്നത്. നസഖി കൂഫിയും ഖത്തുൽ ഇജാസ് എന്നായിരുന്നു ആദ്യകാലത്തെ പേര്. പിന്നീട് ഖുർആൻ പകർത്തി എഴുതാൻ ഉപയോഗിച്ച ലിപി എന്ന നിലയിലാണ് നസ്ഖ് എന്ന പേര് വന്നത്. അതുപോലെ തന്നെ നമ്മൾ റസ്മുൽ ഉസ്മാനി, ഖുർആൻ്റെ എഴുത്ത് രീതിയൊക്കെ ഇപ്പോൾ റസ്മുൽ ഉസ്മാനിയുടെ രൂപത്തിലാണ്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വന്ന ഒരു പത്രപരസ്യം മങ്കൂസ് മൗലൂദ് റസ്മുൽ ഉസ്മാനിയിൽ ഒരു തെറ്റായ ധാരണയിൽ നിന്നാണ് ഈ പരസ്യം വന്നത്. ഖത്തുൻ നസ്ഖ് പറയുന്ന പേരാണ് അർ റസ്മുൽ ഉസ്മാനി എന്ന് എങ്ങനെയോ ധരിച്ചുപോയി. എന്നാൽ അറബി ലിപിക്ക് സുന്ദരമായ ധാരാളം ലിപിരൂപം ഉള്ളതിൽ ഇത് ലോകത്ത് ഏറ്റവും പ്രസിദ്ധമായ ഒരു ലിപിരൂപമാണ്. ഖത്തുൻ നസ്ഖ് അങ്ങനെയുള്ള ഒരു ലിപി രൂപമല്ല റസ്മുൽ ഉസ്മാനി. അപ്പോൾ റസ്മുൽ ഉസ്മാനിക്ക് അത് വേറെ രൂപമാണ്. അങ്ങനെ പല രൂപങ്ങളിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എഴുത്ത് രീതി അറിയണം. ഉദാഹരണം പറഞ്ഞാൽ അലിഫാണല്ലോ നമ്മൾ ആദ്യം പഠിക്കുന്ന അക്ഷരം. ആ അലിഫ് എങ്ങനെയാണ് എഴുതുക എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിൻ്റെ രൂപം മിക്കവാറും ആളുകൾക്ക് അറിഞ്ഞുകൊള്ളണം എന്നില്ല. ഈ അലിഫ് എന്ന അക്ഷരം മുകളിൽ നിന്ന് താഴോട്ട് ആണ് എഴുതേണ്ടത്. താഴെ ഭാഗം അല്പം ചെരിയുന്നത് നല്ലതാണ്. പക്ഷെ എഴുത്ത് പഠിക്കുമ്പോൾ ഇത് പരിഗണിക്കേണ്ടതില്ല. അല്പം ചെരിയണം. നമ്മൾ പഠിച്ചതിന് ശേഷം എഴുതുമ്പോൾ അല്പം ചെരിഞ്ഞുകൊണ്ടാണ് അത് വരേണ്ടത്. അതുപോലെ തന്നെ ബാ, താ, സാ ഈ അക്ഷരങ്ങൾ, ഈ അക്ഷരത്തിൻ്റെയൊക്കെ മൂന്നിൻ്റെ രൂപം ഒന്നാണ്. ചേർത്ത് എഴുതുമ്പോൾ ആദ്യ മധ്യരൂപങ്ങളിൽ നൂന്, യാ എന്നീ അക്ഷരങ്ങളെയും ഇവയെപ്പോലെ തന്നെ എഴുതാം. ഇവക്ക് 3 ജുസുകളുണ്ട്. ഒന്നാം ജുസിൻ്റെ മുകൾ ഭാഗത്തേക്കാൾ മൂന്നാം ജുസിൻ്റെ മുകൾ ഭാഗം അല്പം താഴ്ന്നിരിക്കും. ഇങ്ങനെ ചില രൂപങ്ങൾ അതിനുണ്ട്. അതുകൊണ്ട് തന്നെ വരികൾ പൂർത്തിയാക്കാൻ വേണ്ടി എഴുത്തിൽ നമ്മൾ എഴുതുമ്പോൾ വരി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ബാഗ് നീട്ടി എഴുതാറുണ്ട്. കുറച്ചല്പം ബാഗിനെ നീട്ടി എഴുതുക. ഈ രൂപത്തിന് ഒരു പേരുണ്ട്, മുർസല എന്നാണ് അതിന് പേര് പറയാം. അതുപോലെ തന്നെ സാധാരണ രൂപത്തിന് ആദിയ എന്നും പറയും. ചേർത്തി എഴുത്തിൽ ഒരു ബാഇൻ്റെ രൂപത്തിന് നിബ്റ, അതായത് ഉയർത്തി എഴുതുമ്പോൾ ഒരു ഉദാഹരണം, ഒരു അക്ഷരം ഇട്ടിട്ട് പിന്നെ നമ്മൾ നിബ്റ എന്ന് എഴുതുമ്പോൾ അത് നൂനെ കസറിട്ടതിന് ശേഷം ബാ അല്പം പൊക്കി എഴുതിയിട്ട് റാനെ താഴ്ത്തി എഴുതും. ഇങ്ങനെ വരുന്നതിന് അത് ഒരു ബാഇൻ്റെ കുനിപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ, ചെറുതായൊരു കുനിപ്പ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ രൂപത്തിലൊക്കെയാണ് അക്ഷരങ്ങൾ നമ്മൾ എഴുതി പഠിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ബാക്കി അക്ഷരങ്ങളുമായി അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നതാണ്. എല്ലാവരും വീഡിയോ കാണണം. എല്ലാവരും ഇത് കേട്ട് കണ്ട് എഴുതി പഠിക്കാനും തയ്യാറാവണം.
അപ്പോൾ ഞാൻ എഴുത്തിൻ്റെ രൂപം പറഞ്ഞു. ആദ്യകാലത്ത് എങ്ങനെ ആയിരുന്നു, പുള്ളില്ലാതെയായിരുന്നു, പിന്നെ പിന്നീട് പുള്ളി വന്നു, അതെങ്ങനെ വന്നത്, ആരാണത് കൊണ്ടുവന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞു. എല്ലാവരും ഇൻഷാ അല്ലാഹ് ഇത് കണ്ട് കേട്ട് പഠിക്കുക. ബാക്കി വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ വരുമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.